ഞാൻ എൻ്റെ ലൈഫ് ജേണി എന്നോട് പറയാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയില്ല, എൻ്റെ ജീവിതത്തിൽ നമ്മൾ പറയാറില്ലേ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ്ഡ് റീസൺ എന്ന് പറയാറില്ലേ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാത്തിനും നല്ല ഒരു സൈഡ് ഉണ്ട് അതിനെല്ലാത്തിനും. പക്ഷേ അത് നടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ഇതേപോലൊരു ഇൻസിഡൻ്റ് ആയിരുന്നു ഒരു 5-6 വർഷം മുന്നേ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയത്. ആ ഒരു മേജർ ഒരു കാർ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് എൻ്റെ ലൈഫിൽ അന്നുണ്ടായിരുന്ന ഒരുപാട് ബ്ലെസ്സിങ്സിൽ അത് ചേഞ്ചുകൾ വരുത്തിയിരുന്നു. ദാറ്റ് മീൻസ് ഇപ്പം എൻ്റെ ഹെൽത്ത്, ഇപ്പം മൂക്കിൻ്റെ പാലം പൊട്ടൽ, മുഖത്തായിരുന്നു ഫുള്ള് പരിക്കൊക്കെ പറ്റിയത്. അപ്പോൾ ഹെൽത്ത് പരമായിട്ട് ഇഷ്യൂസ് വന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അന്ന് ദുബായിൽ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്ന്, അതേപോലെ മുഖത്തുള്ള പരിക്ക് കാര്യങ്ങളൊക്കെ വന്ന്, അതേപോലെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഡിവോഴ്സ്ഡായി. ഇപ്പം ഞാൻ പിന്നീട് ഒരു ഡെലിവറി ബോയ് ആയിട്ടൊക്കെ ജോലി ചെയ്തൊക്കെ വന്നിട്ടുണ്ട് ലൈഫിൽ. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യും, ഇതേപോലെ പല ട്രാജഡികൾ ഒരുമിച്ച് ലൈഫിൽ വരികയും ചെയ്ത സമയത്താണ് ഞാനിങ്ങനെ കുറച്ച് ആത്മീയമായിട്ട് ഇപ്പം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥനകളിൽ ഞാനിങ്ങനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. എന്തിനാ പഠിച്ചോനെ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പം എൻ്റെ കൂടെയല്ല, ഞാൻ അറിയുന്ന പല ആൾക്കാരും ഞാൻ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു മേജർ കാര്യങ്ങളും ഞാൻ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളല്ലേ തെറ്റായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തിനാണ് എന്നോട് ഇങ്ങനത്തെ ഒരു പരീക്ഷണം എൻ്റെ ലൈഫിൽ വരുത്തിയതെന്ന് ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ ലൈഫ് ഇൻസിഡൻസൊക്കെ നടന്നതിൻ്റെ ഇടയിൽ പിന്നീട് സ്ലോലി ആൻഡ് ഗ്രാജ്വലി ആ ചോദ്യം മാറി വരാൻ തുടങ്ങി. ഇപ്പം എന്തിനാണ് എന്നോട് ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ പിന്നീട് ചോദ്യം മാറിയത്, എന്നെ ആ ആക്സിഡൻറ്റിൽ നിന്ന് ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിപ്പിച്ചതിൻ്റെ കാരണം എനിക്കൊന്ന് കാണിച്ചു തരണേ പഠിച്ചോനെന്നുള്ള പ്രാർത്ഥനയിലേക്ക് തുടങ്ങി. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് കൊറോണ പീരീഡൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നീട് വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോവുകയും അവിടുന്ന് ഒരുപാട് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം, കാരണം എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും ആ ജോലി ചെയ്യാൻ പറ്റുന്നതോ ഉറപ്പ്, ഇപ്പോഴും അത് റീകവർ ആയിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പില്ല. അപ്പം ഞങ്ങൾക്ക് ജോലി തന്നിട്ട് പിന്നീട് അത് ആ പ്രശ്നങ്ങൾ, ഫിസിക്കൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും, ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരില്ല എന്ന് ഉറപ്പില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ജോലി തരുന്നുള്ള ചോദ്യം. പക്ഷേ ഒരു 10ാമത്തെ ഇൻ്റർവ്യൂ ഒക്കെ ആയപ്പോഴേക്ക് ആദ്യത്തെക്കാളും നല്ലൊരു ജോലിയിലൊക്കെ എത്തിപ്പെടാൻ പറ്റി. അപ്പോൾ അപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഈ അക്കൗണ്ടിങ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് മേഖലയിലേക്ക് ഞാൻ ഇഷ്ടത്തോടല്ലായിരുന്നു വന്നത്. മീൻസ് കൊമേഴ്സ് ഒക്കെ പഠിച്ച് വന്ന സമയത്ത് അത്യാവശ്യം മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അതിനിടയിലൊരു ഫെയിലിയറൊക്കെ വന്നിരുന്നു കേട്ടോ. ദാറ്റ് മീൻസ് ഇപ്പം സയൻസ് എടുത്ത് ഇപ്പം ഫെയിലിയർ ആവുകയും കാര്യങ്ങളൊക്കെ, അതിന് ശേഷമാണ് കൊമേഴ്സിൽ കയറി, കൊമേഴ്സിൽ 3rd റാങ്കോട് കൂടി +2 പാസ്സാവുകയൊക്കെ ചെയ്തു. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും എൻ്റെ മേഖല അക്കൗണ്ടിങ് അല്ലായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു അത്രയും ഇഷ്ടത്തോട് ഉള്ള ജോലിക്ക് നന്ദി ഉണ്ടെങ്കിൽ പോലും ഇഷ്ടത്തോട് നമ്മൾ ഒരു കാര്യം ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതും നമ്മളൊരു കടമയായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് ചെയ്തു പോകുന്ന ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും അക്കൗണ്ടൻ്റായിട്ട് തന്നെ കയറി. പക്ഷേ ആ വർക്കിലൊരു സന്തോഷം, ദാറ്റ് മീൻസ് എൻജോയ് ചെയ്തിട്ടല്ലായിരുന്നു അത്. കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അവിടെ കയറി ഇപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഇൻക്രിമെൻറ്റ് കിട്ടി. അതേപോലെ ഒരു 1 year ഒക്കെ ആകുമ്പോഴേക്ക് ആ കമ്പനീൻ്റെ ഒരു സ്റ്റാഫ് കമ്മിറ്റി പ്രസിഡൻ്റൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് പിന്നീട് ഒരു ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന ഇൻ്റർനാഷണൽ ക്ലബ്ബുണ്ട്. അപ്പോൾ അതിലെത്തിപ്പെട്ട് അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് മാറി. ഒരു ഏരിയൻ്റെ, ദുബായിലത്തെ ഒരു ഏരിയൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വീണ്ടും എൻ്റെ മേഖല അക്കൗണ്ടിങ് അല്ല. അതിൻ്റെ ഇടയിൽ ഞാൻ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കോഴ്സുകൾ ചെയ്തിരുന്നു, കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്തിരുന്നു. കാരണം എനിക്ക് എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. മീൻസ് ഒരുപാട് ഡിവോഴ്സും കാര്യങ്ങളും എല്ലാം കൂടെ വന്ന സമയത്ത് കുറച്ച് ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോയ സമയത്ത് എന്നെക്കുറിച്ചൊന്ന് കൂടുതൽ പഠിക്കാനും ആ മൈൻഡൊന്ന് ബാലൻസ് ആക്കി നിർത്താനും വേണ്ടിയിട്ടായിരുന്നു ആ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതേപോലെ ഒരു ഇൻ്റലിജൻസ് അസസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ വർക്ക് ചെയ്യേണ്ട മേഖല അക്കൗണ്ടിങ് അല്ലായിരുന്നു. അത് മീൻസ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പം ഈ കോച്ചിങ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ അതേപോലെ നെറ്റ്വർക്കിംഗ്, അതേപോലെ ഒരു ആളുകളുടെ ഒരു ഓർഗനൈസിങ് സ്കില്ല് കാര്യങ്ങളൊക്കെ, ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, ചെറുപ്പത്തിലെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു.
അപ്പോൾ അത് അവിടെ എത്തിയ സമയത്തും സ്റ്റാഫ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു ഈ ആനുവൽ ഗ്യാതറിങ് അല്ലെങ്കിൽ സ്റ്റാഫ് ഗ്യാതറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും എന്നെ ആയിരുന്നു കമ്പനിയിൽ അതിൻ്റെ ലീഡർഷിപ്പ് റോള് തരാറ്, അത് ഓർഗനൈസ് ചെയ്യാനൊക്കെ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ അക്കൗണ്ടിങ് ചെയ്യുന്നതിനെക്കാട്ടും ഒരുപാട് സന്തോഷവും അത് നല്ല ഡെഡിക്കേഷനോട് കൂടിയിട്ട് ചെയ്യാനും പറ്റും. ആ പ്രോസസ്സിൽ ഞാൻ എൻജോയ്മെൻറ്റ് കണ്ടെത്തിയിരുന്നു. അത് ത്രൂ ആണ് പിന്നീടാണ് മെല്ലെ മെല്ലെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് ഞാൻ ശരിക്കും എൻ്റെ അക്കൗണ്ടിങ് എന്ന മേഖലയിൽ നിന്നിങ്ങനെ പാർട്ട് ടൈം ആയിട്ട് മറ്റേ മേഖലയിൽ വർക്ക് ചെയ്യുന്നതിന് പകരം ഞാനിപ്പോൾ ഫുൾ ടൈം ആയിട്ട് ഈ മേഖലയിലേക്ക് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടി. അങ്ങനെയാണ് ഞാൻ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങിയത്. ഞാൻ കടന്നു പോയിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇപ്പം മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നുള്ള സംഭവമുണ്ട്. അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റും ഇൻ്റലിജൻസ് അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്താണ് അതേപോലെ എനിക്ക് ആ ഏരിയയിലേക്ക് പ്രാക്ടിക്കലി അതിനുള്ള എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനും കൂടെ പറ്റി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇതേപോലെ തന്നെ പല മനുഷ്യന്മാരും ഇപ്പം കുട്ടികളായിക്കോട്ടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഇഷ്ടത്തോടായിരിക്കില്ല പല ആളുകളും ജോലി ചെയ്യുന്നുണ്ടാവുക. അവർക്ക് ചില സാഹചര്യങ്ങളിൽ ഞാൻ അക്കൗണ്ടിങ്ങിൽ എത്തിപ്പെട്ട പോലെ പല ജോലികളിൽ എത്തിപ്പെട്ടിട്ട് അതിങ്ങനെ ഇങ്ങനെ വലിയ സന്തോഷത്തോടു കൂടിയിട്ട് അല്ലെങ്കിലും ഇപ്പം ശമ്പളം കിട്ടണം അല്ലെങ്കിൽ ജോലി സമ്പാദിക്കണം എന്നുള്ള രീതിയിൽ കുടുംബം നോക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിലും ഒരു ബെസ്റ്റായിട്ട് അവർക്ക് നല്ല പെർഫോമൻസോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേഖല ഉണ്ട്. പക്ഷെ അവർക്കത് കണ്ടെത്താൻ ഉള്ളൊരു എങ്ങനെയാണത് കണ്ടെത്തേണ്ടത്, എന്തൊക്കെ പ്രോസസ്സാണ് ലൈഫിൽ ഫോളോ ചെയ്യേണ്ടതെന്നൊന്നും അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങി വന്നിട്ടുണ്ടാവില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്ത് വന്ന ആ പ്രോസസ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പിന്നീട് ഇപ്പം ഓൺലൈൻ കോച്ചിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് യുണീക്നെസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഇൻബോൺ ടാലൻറ്റ് അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ആ മേഖല കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ്, എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുക, ഓരോരുത്തരുടെയും യുണീക്നെസ്സിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ തന്നെ അപ്പം പുതിയൊരു കാര്യമാണല്ലോ, സാധാരണ ആരും കൊടുക്കാത്ത ടൈപ്പ് ഒരു സർവീസാണല്ലോ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യന്മാർക്ക് ഏതെങ്കിലും രീതിയിലൊരു ഹെൽപ്പ് ഔട്ട് ആവുന്നൊരു കാര്യമാണല്ലോ. ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മറ്റുള്ള മനുഷ്യന്മാർക്ക് സഹായമായിട്ട് മാറാമെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ക്ലാരിറ്റി കുറവുള്ള ആളുകൾക്ക് ഞാൻ അവിടുന്ന് ഓൺലൈനായിട്ട് മലയാളത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് ഓൺലൈനായിട്ട് നാട്ടിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ആളുകൾ ഈ ഒരു മേഖല ഈ ഒരു സംഭവത്തിന് വേണ്ടി ചിന്തിക്കാത്തവരുണ്ട്, ചിന്തിച്ചിട്ട് അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള കൺഫ്യൂഷനോട് കൂടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതിനൊരു പ്രോസസ്സ് ഇപ്പോൾ കറൻ്റ്ലി മറ്റുള്ള കോച്ചിങ് ഇൻഡസ്ട്രിയിലൊപ്പം ഇപ്പം ഇംഗ്ലീഷ് ട്രെയിനിങ്, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പം കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലൊക്കെ ട്രെയിനിങ് കൊടുക്കണം. പക്ഷെ അത് തന്നെയാണോ ആ കുട്ടി അല്ലെങ്കിൽ ആ ആൾ പഠിക്കേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി അവർക്ക് ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ ആ ഒരു അവർ ഏത് മേഖലയിൽ പോയാലാണ് അവർക്ക് നല്ല എക്സലൻ്റ് ആയിട്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു മേഖല കണ്ടെത്തി കൊടുക്കലായിരുന്നു ആ പ്രോസസ്സിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഒരു 5-6 ബാച്ചോളം എല്ലാ മാസവും റൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലൈഫ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് തന്നെ കമ്പനീൻ്റെ സ്റ്റാഫ് കമ്മിറ്റി പ്രസിഡൻ്റായിട്ടും ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓഡിറ്റിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നീടാണ് എനിക്കൊരു സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് ഒരു ഇൻറ്റ്യൂഷൻ വരികയാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ജോലി നിർത്താനുള്ള സമയമായി. മീൻസ് ഇനി ടോട്ടലി കോച്ചിങ്ങിലേക്കും നെറ്റ്വർക്കിങ്ങിലേക്കും ഇവൻറ്റിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ടൈമായി എന്ന് മനസ്സിലായ സമയത്ത് അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വരികയും പിന്നീട് അഞ്ചാമത്തെ ബാച്ച് കഴിഞ്ഞതിന് ശേഷം 6ാമത്തെ ബാച്ച് നമ്മളൊരു ഇവൻ്റ് ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് മീൻസ് യുണീക്നെസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് ഈ ഒരു മേഖലയിൽ ഒരു 1 ഡേ ഓഫ്ലൈൻ ഇവൻറ്റും ഒരു 23 ദിവസത്തെ ഓൺലൈൻ പ്രാക്ടിക്കൽ ടൂൾസും കൂടെ ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ യുണീക്നെസ് ഫെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ കുട്ടികളായിക്കോട്ടെ, ഇപ്പം ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും, പക്ഷേ ഏത് മേഖലയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഇവൻ്റ് തന്നെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ സമയത്ത് ആളുകൾക്ക് അതിൽ റിസൾട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് പിന്നീട് ഓൺലൈൻ ബാച്ചസ് എല്ലാ മാസവും റണ്ണിങ് ആയിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ഫസ്റ്റ് ഒരു 2-3 മാസം കഴിഞ്ഞ് പിന്നെയും നടത്തി. അപ്പോൾ അതിലും ആദ്യത്തെക്കാട്ടിലും നല്ല റിസൾട്ടും
ഒരുപാട് ആളുകൾക്ക് ഇൻസ്റ്റൻറ്റ് ഹീലിംഗ്, ദാറ്റ് മീൻസ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെറുപ്പത്തിൽ പാരൻറ്റിങ്ങിൽ വന്നിട്ടുള്ളതും അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡിൽ വന്നിട്ടുള്ള കുറേ ട്രോമകളുണ്ടാവും. ട്രോമകൾ മീൻസ് ഇപ്പം ഈ കരിയർ റിലേറ്റഡ് ആയിട്ട് തന്നെ ചില കാര്യങ്ങൾ ചെറുപ്പത്തിൽ നമ്മൾ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്തു തുടങ്ങുന്ന ചില കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ നമ്മളുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അടുത്ത ഇടപഴകുന്ന ആളുകളായിരിക്കാം. അതൊന്നും എന്നെ കൂടെ നടക്കൂലടാ, ഈ എൻ്റെ വേറെ എന്തെങ്കിലും ഇതിന് പോയിക്കോ, PSC പഠിച്ചോ, അല്ല അതിന് പോയിക്കോ, ഇത് പോയിക്കോ. അവർ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് നോർമലി. ഇപ്പം അത് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ പോലും സ്വന്തം ഒരു ഇൻബോൺ ടാലൻറ്റും കൂടെ റിയലൈസ് ചെയ്തിട്ടുള്ള രീതിയിലല്ല പഠനങ്ങൾ നടക്കുന്നതും, അല്ലെങ്കിൽ ഒരു കരിയർ, അല്ലെങ്കിൽ ഒരു ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഡെവലപ്പ് ചെയ്യേണ്ടത്. ആ ഒരു കരിയർ ഏത് എന്നുള്ളത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാത്ത രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോച്ചിങ് ഇപ്പോൾ രണ്ടാമത്തെ ഫസ്റ്റും കൂടെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ അതിൽ നമ്മുടെ നൂർജലിലൊക്കെ ആയിരുന്നു ചീഫ് ഗസ്റ്റൊക്കെ ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം 13ഓളം ബാച്ച് ഇതുപോലെ റൺ ചെയ്തു. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു അവരുടെ മേഖല കണ്ടെത്താനും അവരുടെ പേഴ്സണൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ടെക്നിക്സ്, ഡെയിലി നമ്മളെ ഹാബിറ്റുകൾ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിലാണല്ലോ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് ഓരോ മനുഷ്യനും. ആ ഹാബിറ്റുകൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വലിയ ഗ്രോത്ത്, ഇപ്പം ലോങ് ടേം എഫക്റ്റിൽ വലിയ ഗ്രോത്തുകൾ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തതിലൂടെ ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ മൂന്നാമത്തെ ഒരു ഇവൻ്റൊക്കെ യൂണിക്നെസ് ഫെസ്റ്റ് 3.0 എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് വെച്ചിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം ഡെലിവറി ബോയ് ആയിരുന്ന ഒരാൾ കോച്ചിങ് ഇൻഡസ്ട്രിയിലേക്ക് വരികയും തൻ്റേതായിട്ടുള്ള മേഖല അതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് വരികയും ആളുകളുടെ ലൈഫിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്കൊരു ഇന്നർ പീസ് വരാനുണ്ട്. ദാറ്റ് മീൻസ് എല്ലാ മേഖലയിലും വർക്ക് ചെയ്ത് നമുക്ക് കിട്ടൂല. നമുക്ക് ഉള്ളിലൊരു എന്താ പറയുക, അബഡൻസ്, ഒരു ഫീല്, അല്ലെങ്കിൽ ഉള്ളിലൊരു സമാധാനത്തോട് കൂടിയിട്ട് മറ്റുള്ള മനുഷ്യന്മാർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സഹായമായിട്ട് മാറാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്, ഞാൻ കാരണം ആർക്കെങ്കിലും ഒരു മാറ്റം ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഫീലോട് കൂടിയിട്ട് ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ ഭയങ്കര നമ്മൾ ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയായിരിക്കും ഉറങ്ങുക. അതേപോലെ രാവിലെ എണീക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ ഏത് രീതിയിൽ എൻ്റെ കഴിവുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളൊരു തോട്ടോട് കൂടിയിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ ഓരോരുത്തർക്കും ഇപ്പം നമ്മളുടെ പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ, അവരുടെ യുണീക്ക് ഏരിയ ഏതാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്തെടുക്കാനും ഓരോരുത്തരുടെയും ബെസ്റ്റ് സെൽഫായിട്ട് മാറും. നമ്മൾ ഇതിൽ പറയൽ ബിക്കം ദി ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. ദാറ്റ് മീൻസ് എവ്രി വൺ ഈസ് ഇൻബോൺ ടാലൻറ്റഡ്, ആ യുണീക്ലി ടാലൻറ്റഡ് ആണ്. ആ ടാലൻറ്റുകൾ കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു സമൃദ്ധിയോട് കൂടിയിട്ടുള്ളൊരു ജീവിതം, അല്ലെ നല്ല ഇപ്പം ഇൻകം ജനറേറ്റ് ചെയ്യാനും സ്വന്തം ജീവിതത്തിലും ഫാമിലീൻ്റെ കാര്യത്തിലും മറ്റുള്ള മനുഷ്യന്മാർക്ക് ഒരു തണലായിട്ട്, ഒരു വെളിച്ചമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ പ്രോഗ്രാം ത്രൂ അത് സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റോറി പറയുന്നത് ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാണ്. അന്ന് ആ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ പടച്ചോന് ഞാൻ എന്താണോ എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് അതിലേക്ക് എന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. അന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന ഓരോ ട്രോമകൾക്കും അല്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടുകളും നടന്നത് എന്തിനാണെന്നുള്ള കറക്റ്റ് ആൻസർ ഇപ്പം എനിക്കറിയാം. അപ്പോൾ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. ഇതേപോലെ ഓരോ മനുഷ്യന്മാരുടെയും, ഇപ്പം എല്ലാ മനുഷ്യന്മാരും ഒന്നെങ്കിൽ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പം സാമ്പത്തികമായി പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ബാക്കിൽ ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് നമ്മൾ തേടിപ്പോവാൻ നമ്മളുടെ മനസ്സിനെ നമ്മൾ ഒരുക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇതേപോലെ, ഞാനിപ്പം ഭയങ്കര അടിപൊളിയായി എന്നൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതേപോലെ ഓരോരുത്തരുടെയും ആ ടാലൻറ്റ് കാര്യങ്ങളോ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലും കൂടെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമ്മളുടെ ലൈഫിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഏതായാലും നിങ്ങൾ ഈ ഒരു സ്റ്റോറി ചോദിച്ചതിന് താങ്ക് യു സോ മച്ച്. ഏതായാലും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. ഏതായാലും താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്.